ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം വരികയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ഒത്തിരി ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പുതിയ പച്ചപ്പുൽ മേടുകളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോവുകയാണ്. ഞാനതൊരു ആത്മീകമായിട്ട് ആലങ്കാരിക ഭാഷയിലൊക്കെ പറഞ്ഞിരിക്കുക. എന്താ ഈ പച്ചപ്പുൽ മേടെന്ന് പറയുന്നത്? അവൻ പച്ചപ്പുൽ മേടിലൂടെ എന്നെ നയിക്കുന്നു, അല്ലെ? സങ്കീർത്തനം 21 പറയുന്നു. അത് ദൈവ വചനത്തിന്റെ പച്ചപ്പുൽ മേടാണ്. അപ്പൊ ഈ ആഴ്ചയിലൊക്കെ ദൈവം നമ്മളെ അങ്ങനെ വചനത്തിന്റെ പുൽമേടുകളിലൂടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുൽമേടിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണമുണ്ട്. ആ പുൽമേടിൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്നെസ് ഉണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു കംഫർട്ട്നെസ് ഉണ്ട്. ഇതെല്ലാം ആ ഒരു ആശ്വാസം നൽകുന്ന അവസ്ഥകളുണ്ട്. ഇതെല്ലാം ഈ ഒരു പുൽമേടിന്റെ പുറത്ത് കർത്താവ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പ്രോഗ്രാം കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇത് പഠിപ്പിക്കുക, ഇതിനകത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഈ പ്രോഗ്രാം അപ്പാടെ തന്നെ മറ്റുള്ളവർക്ക് ഇതിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് ഒത്തിരി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സ്പോൺസർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. താങ്ക് യു കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾ ഇവാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ആരോഗ്യവും രോഗസൗഖ്യം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴി തുറക്കണമേ. 4 കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസവും ഭാവിയും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവ പൈതലായിട്ട് അവർ വളരുവാനും കർത്താവിന്റെ കരം ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി അപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഫ്രൈഡേ റിവൈവൽ മീറ്റിംഗ് കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ഒരു ദിവസമാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നിങ്ങൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും കൊച്ചിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന മീറ്റിംഗിന്റെ ലൈവ് തത്സമയ സംപ്രേഷണം ലൈവായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് എന്നുകൂടെ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് റെവലേഷൻ ഓഫ് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നന്മയെക്കുറിച്ചുള്ള വെളിപ്പാട്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. സൗത്ത് അമേരിക്കയുടെ തെക്കേ അറ്റത്ത് ടിപ്പിൻ്റെ അടുത്തുള്ള ഒരു ഐലൻഡിൽ മിഷണറിയായി പോയ അലൻ ഗാർഡിനർ എന്നു പേരുള്ള ഒരു മിഷണറിയുടെ ഒരു ചരിത്രം ഞാനിങ്ങനെ വായിച്ചു, ചെറിയ ഭാഗങ്ങൾ. 57-ാമത്തെ വയസ്സിൽ അദ്ദേഹം ആ ഐലൻഡിൽ കിടന്ന് മരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. ആ കാലത്ത് ഇതുപോലെ എല്ലാം പരിഷ്കൃതമല്ല. അതുപോലെ മിഷൻ സ്റ്റേഷനുകളിൽ വേണ്ടത്ര കരുതലുകളോ വേണ്ടത്ര റിസോഴ്സസോ സപ്ലൈയോ കാശോ ഇല്ലാത്ത കാലം. വളരെ സാക്രിഫിഷ്യലി കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി അദ്ദേഹം പോയി. അദ്ദേഹം പട്ടിണി കിടന്ന് മരിച്ചു. തൻ്റെ മൃതദേഹം കിടക്കുന്നതിൻ്റെ സമീപത്ത് നിന്നൊരു കൊച്ചു ഡയറി ലഭിച്ചു. ആ ഡയറിയിൽ തീയതി വെച്ച് അദ്ദേഹം സഹിച്ച കഷ്ടതകളും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതുമെല്ലാം ചാരിതാർത്ഥ്യത്തോടുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഒറ്റയ്ക്കായിപ്പോയതും ആളുകൾ ഇട്ടിട്ട് പോയതും കുറേ അധികം ദിവസങ്ങളിൽ കുടിക്കാൻ വെള്ളമില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ താൻ സഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി അതെല്ലാം ആളുകൾ ഇങ്ങനെ എടുത്ത് നോക്കി. പിൽക്കാലത്ത് കണ്ടുപിടിച്ചു. ഏറ്റവും അവസാനത്തെ ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: I am overwhelmed at the knowledge of the goodness of God in my life. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ദൈവത്തിൻ്റെ നന്മ ഓർക്കുമ്പോൾ എനിക്ക് വാക്കുകളില്ല, അതെങ്ങനെ എഴുതണമെന്നില്ല. പട്ടിണി കിടന്ന് ആരും നോക്കാനില്ലാതെ ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ മരിച്ച ഒരു മിഷണറിയുടെ അവസാനത്തെ ഡയറി കുറിപ്പാണ്. വിശന്ന് പൊരിഞ്ഞ് അദ്ദേഹം മരിക്കുന്നു. പക്ഷേ ഏറ്റവും അവസാനം അദ്ദേഹം എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ I am overwhelmed with a sense of the goodness of God. ഓ, ദൈവം നല്ലവനാണല്ലോ എന്നോർക്കുമ്പോൾ ആ ഒരു സെൻസ് എൻ്റെ ഉള്ളിൽ, ആ ഒരു ഫീലിംഗ് വന്നിട്ട്
എനിക്ക് വാക്കുകളില്ല അത് വർണ്ണിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. സുഖലോലുപതയുടെയും ജീവിത സൗകര്യങ്ങളുടെയും മടിത്തട്ടിൽ ജീവിക്കുന്ന പലരും, ഓ ദൈവം എനിക്ക് അത് തന്നില്ല, ഇത് തന്നില്ല, ഇതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഇതാഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല, ദൈവം നല്ലവനല്ല, എന്നെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് പരാതി പറയുന്നവരും ഉണ്ട്, ഇല്ലേ? നമ്മളിതിൽ ഏതിൽപ്പെടും? ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും ദൈവത്തിൻ്റെ നന്മയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്നതാണ് സത്യം. The goodness of God never changes. Why? Because there is no change in God. ദൈവത്തിൽ മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നന്മയ്ക്കും ദൈവം നല്ലവനാണ് എന്നതിനും ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. What we need is an attitudinal change. നമ്മുടെ മനോഭാവങ്ങൾക്കൊരു മാറ്റമുണ്ടാകണം. ദൈവത്തിൻ്റെ നന്മ കാണാൻ നമുക്ക് കണ്ണുകൾ തുറക്കപ്പെടണം. ദൈവം നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എല്ലാ കാലത്തും അവനെ സ്തുതിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം സകലർക്കും നല്ലവനാണ്. വ്യക്തിപരമായ ജീവിതം നമ്മൾ ഓരോരുത്തരും എടുത്ത് ചികഞ്ഞു നോക്കി, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു നോട്ട്ബുക്ക് വാങ്ങി ദൈവം ചെയ്ത നന്മകളൊന്ന് എഴുതാൻ തുടങ്ങിയാൽ ഈ കൈ കഴച്ചൊടിയും, പുസ്തകങ്ങൾ അനേകം എഴുതേണ്ടി വരും, എങ്കിലും തീരുകയില്ല. അത്രയും നന്മ നമ്മൾ അറിഞ്ഞും അറിയാതെയും ദൈവം നമുക്ക് ചെയ്ത് തന്ന് കഴിഞ്ഞു. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കാമോ? ഈ മുകളിൽ നിൽക്കുന്ന സൂര്യൻ എല്ലാ ദിവസവും ചൂടും പ്രകാശവും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്, സകല പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായ്പ്പോഴും ചൂടും വെളിച്ചവും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അത് ദുഷ്ടനാണോ കിട്ടുന്നത്, നല്ലവനാണോ കിട്ടുന്നത്, പ്രൈം മിനിസ്റ്റർക്കാണോ കിട്ടുന്നത്, ആ കുചേലനാണോ കിട്ടുന്നത്, ഒന്നും നോക്കുന്നില്ല. ഇതുപോലെ ദൈവം സകലരുടെയും മേൽ തൻ്റെ സൂര്യൻ ഉദിപ്പിക്കുന്നു, മഴ പെയ്യ്ക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എൻ മനമേ ദൈവത്തെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു കളയല്ലേ. അതൊക്കെയല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. ഓക്കെ, ദൈവത്തെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണങ്ങളിൽ ഒന്ന് ദൈവത്തിൻ്റെ ചിന്തകളും പ്ലാനുകളും നമുക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വചനങ്ങളൊന്ന് വായിച്ചു നോക്കാമോ? ഐസയ 55:8-9. For my thoughts are not your thoughts, neither are your ways my ways, declares the Lord. As the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. വളരെ വ്യക്തമല്ലേ? ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ വഴികൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടേതിനേക്കാളൊക്കെ എത്രയോ ഉയർന്നതാണ്. ഒരു കൊച്ചു കുഞ്ഞിന് തൻ്റെ ഡാഡി ചിന്തിക്കുന്നത് മനസ്സിലാക്കാൻ പോലും സാധ്യമല്ല. എനിക്കിപ്പോൾ ഇന്നത് വേണം മോനെ, ഇപ്പോൾ അത് വേണ്ട, നിനക്കതിനുള്ള വളർച്ചയായിട്ട് ഇല്ല ഡാഡി, ഇപ്പോൾ അത് വേണം. ഡാഡി തരില്ലേ? ഡാഡിക്ക് എന്നോട് ഇഷ്ടമല്ല. ഇതാണ് ഉടനെ ആ കുഞ്ഞ് ചിന്തിക്കുന്നത്. പല കാര്യങ്ങളിലും ദൈവം പലതും വൈകിപ്പിക്കുന്നതും തരാതിരിക്കുന്നതും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇനി കഴിഞ്ഞ ദിവസമൊക്കെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നതിന് നന്ദി എന്ന് ഞാൻ പറയേണ്ടി വന്നു. ചില സമയത്ത് നിരാശ വരുമ്പോൾ നമ്മൾ മണ്ടൻ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കും. നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. കർത്താവ് എനിക്ക് ഇപ്പോൾ മരിക്കണം, കൊന്നിരുന്നെങ്കിലോ? കൊന്നാൽ പറയും ദൈവം എന്നെ കൊന്നു, ദൈവം ക്രൂരനാണ്. അപ്പോഴും നമ്മൾ കംപ്ലൈൻറ്റ് പറയും. ഇതാണ് മനുഷ്യർക്ക്, അത്രയേ ഉള്ളൂ. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. നമുക്കൊത്തിരി ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്, നമുക്കൊത്തിരി മൂഡ് സ്വിങ്സ് ഉണ്ട്. ഓരോ മൂഡിലും ഓരോന്ന് പറയും. എനിക്കറിയാം, എനിക്ക് എൻ്റെ പ്രെയർ ഫോണിൽ ലഭിക്കുന്ന നിരവധി വാട്സപ്പ് മെസ്സേജുകളിൽ ചില സഹോദരിമാർ ചില സഹോദരന്മാർ ചില സമയത്ത് ഭയങ്കരമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ട്
കർത്താവ് എനിക്ക് വേണ്ടി ഇന്നത് ചെയ്തു, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം ആർത്തലച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ആകപ്പാടെ പ്രശ്നമാണ് ബ്രദറെ, പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കും, ഇപ്പോൾ ബ്രദറെ വലിയ കുഴപ്പമൊന്നുമില്ല, കർത്താവ് നല്ലവനാണ്. പിറ്റേ ദിവസം കർത്താവ് ചീത്തയാകും. ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല. ഇൻ അതർ വേർഡ്സ്, ദർ ഈസ് നോ ഷാഡോ ഓഫ് ചേഞ്ച് ഇൻ ഗോഡ്. ദൈവത്തിൽ ഈ നിഴലുകൾ മാറുന്നത് പോലെ ദൈവത്തിന് മാറ്റമില്ല. സൂര്യൻ ഉദിച്ച് നീങ്ങുന്നതിനനുസരിച്ച് നിഴലുകളെല്ലാം മാറുകയാണ്. വെളിച്ചം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നിഴലുകൾ മാറുകയാണ്. അതുപോലുള്ള മാറ്റം ദൈവത്തിലില്ല. ഹീസ് കോൺസ്റ്റന്റ്, ഹീസ് അൺചേഞ്ചിങ്, ഹീസ് ഇമ്മ്യൂട്ടബിൾ. He never changes. ദൈവത്തിൽ മാറ്റമില്ല. We can count on him. അപ്പോൾ ദൈവത്തിൻ്റെ ചിന്തകളൊക്കെ നമ്മുടെ ഇതിനേക്കാൾ വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് ദൈവം ചിന്തിച്ചു കൂട്ടുന്നത്? എന്താ ദൈവം എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് എനിക്ക് എന്നെക്കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? യിരെമ്യാവിൻ്റെ പുസ്തകം 29:11 വചനം വായിച്ചു നോക്കാമോ? അതിൽ പറയുന്നത്, For I know the plans I have for you, declares the Lord. Plans to prosper you and not to harm you. Plans to give you hope and a future. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയുന്നത്, നിനക്ക് വേണ്ടിയുള്ള എൻ്റെ പദ്ധതികൾ, എൻ്റെ പ്ലാനുകൾ ഇന്നതെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ചിന്തകൾ. എത്ര പേർക്കറിയാം ഗോഡ് ഈസ് മൈൻഡ്ഫുൾ ഓഫ് us? നമ്മെക്കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്. നമ്മളെക്കുറിച്ച് കർത്താവിന് കരുതലുണ്ട്. അതുകൊണ്ടാണ് സകല ചിന്താകുലവും അവൻ്റെ മേലേക്ക് അങ്ങ് ഇട്ടേക്കാൻ പറയുന്നത്. I know the plans I have for you. എന്നിട്ട് പറയാം പ്ലാൻസ്. വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലാൻസ്? ദൈവത്തിൻ്റെ പദ്ധതികൾ അല്ലെങ്കിൽ ചിന്തകൾ എന്താണ്? പ്ലാൻസ് ടു പ്രോസ്പർ യു, നിന്നെ അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ളത്. ആൻഡ് നോട്ട് ടു ഹാം, നിനക്ക് ഒരു ദോഷവും വരുത്തുവാനുള്ള ഒരു ചിന്തയും ദൈവത്തിനില്ല. പ്ലാൻസ് ടു ഗിവ് യു ഹോപ്പ് ആൻഡ് എ ഫ്യൂച്ചർ, ഒരു വലിയ പ്രത്യാശ, ഒരു വലിയ ഭാവി തരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ ക്ലിയർ അല്ലേ? ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ചിന്തകളാണ്. നല്ലത് വരുവാൻ, നല്ലൊരു ഭാവി വരാൻ, ഇതൊക്കെയല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ട, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കന്മാർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. നിങ്ങളെപ്പോഴും മക്കളെക്കുറിച്ച് എന്താ അവൻ മുടിഞ്ഞു പോകണം, അവൻ എല്ലാ രീതിയിലും നശിക്കണം, ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട് നല്ല സ്ഥിതിയിലായി കാണാൻ, അതല്ലേ മാതാപിതാക്കൾ, നോർമലായിട്ടുള്ള മാതാപിതാക്കളുടെ ആഗ്രഹം അതല്ലേ? സ്വർഗത്തിലെ കർത്താവും നമ്മളെക്കുറിച്ച് അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള പദ്ധതികളാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എക്ലീസിയാസ്റ്റസ് 3:11 സഭാപ്രസംഗിയുടെ പുസ്തകം 3:11 കാണുന്നത്, He has made everything beautiful in its time. He has also set eternity in the human heart. Yet no one can fathom what God has done from beginning to end. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിവില്ല. ദൈവം എല്ലാ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. ആ 3-ാം അധ്യായത്തിൻ്റെ ആദ്യം മുതൽ വായിച്ചാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദൈവം ഒരു സമയമനുസരിച്ച് സകലവും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാം ഭംഗിയായി അവൻ ചെയ്യുന്നു സമയത്ത്. എന്നാൽ വീണ്ടും അവൻ പറയുകയാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നിത്യത വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്പിരിറ്റ് ഇരിപ്പുണ്ട്. സ്പിരിറ്റ് ആണല്ലോ ഇറ്റേണൽ. അവസാനം അദ്ദേഹം പറയുന്നു, yet no one can fathom, no one can measure what God has done from the beginning to end.
ആദ്യം മുതൽ അവസാനം വരെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആദ്യം മുതൽ അവസാനം വരെ ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമായ ദൈവം ആദ്യം മുതൽ അവസാനം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന, നൂറ്റാണ്ടുകളിലൂടെ യുഗങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം ഗ്രഹിച്ചെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പോരെ? എനിക്കോ നിങ്ങൾക്കോ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന മൊത്തം കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമുക്ക് സംശയങ്ങളും ചോദ്യങ്ങളും പരാതികളും ഉള്ളത്. ദൈവം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ദൈവം ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു. ഞാനായിരുന്നു ദൈവമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേനെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കും. എന്നാൽ ദൈവം ചെയ്യുന്ന ബൃഹത്തായ വലിയ ഈ പ്രപഞ്ചത്തിലെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അത് ശ്രമിച്ചാൽ പരാജയമായിരിക്കും ഫലം. പണ്ട് ഭക്തനായ ഒരു മനുഷ്യൻ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ജ്ഞാനം, എന്താണ് ദൈവം എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ തലപുണ്ണാക്കി മാനസിക രോഗിയാകുമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കടൽ തീരത്തൂടെ പോകുമ്പോൾ ഒരു കുട്ടി അവിടെ ബീച്ചിൽ കളിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഷെല്ല്, കക്കയുടെ തോടെടുത്തിട്ട് അവൻ ഓടിച്ചെന്ന് കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരി എടുത്തിട്ട് അവൻ കുഴിച്ചൊരു കുഴിയിൽ കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. വീണ്ടും കുറച്ചുകൂടി വെള്ളം ഈ കക്കയുടെ തൊണ്ടിൽ, ഷെല്ലിലെടുത്ത് ഒഴിക്കുന്നു. ഇങ്ങനെ ഓടി നടന്നവനിങ്ങനെ, അവൻ്റെ ഉദ്ദേശം ഞാനിപ്പോൾ ഈ വെള്ളം വറ്റിക്കും, ഈ സമുദ്രത്തിലെ വെള്ളം ഈ കക്കാത്തോട് കൊണ്ട് ഞാൻ ഓടി നടന്ന് ഇപ്പോൾ വറ്റിക്കും. അപ്പം ഈ ഭക്തനായ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം സംസാരിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇതുപോലൊരു ശ്രമമാണ് എന്നെക്കുറിച്ചും നീ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സ്നേഹമോ എൻ്റെ ജ്ഞാനമോ എന്നെയോ മുഴുവനായോ മനസ്സിലാക്കുവാനുള്ള നിൻ്റെ ശ്രമം ഈ ഷെല്ല് കൊണ്ട് കടൽ വെള്ളം വറ്റിക്കുവാൻ ശ്രമിക്കുന്നൊരു ബാലൻ്റെ പോലെയാണ്. അദ്ദേഹത്തിന് അന്ന് മനസ്സിലായ ദൈവം അപ്രമേയനാണ്, അഗോചരമാണ് അവൻ്റെ വഴികൾ, അവൻ്റെ സ്നേഹത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം. ഇതൊക്കെ ഗ്രഹിക്കുവാൻ കൊച്ചു തലച്ചോറുള്ള നമുക്ക്, ഏതാനും ഔൺസ് മാത്രം തലച്ചോറുള്ള നമുക്ക് പൂർണ്ണമായും സാധ്യമല്ല. കുറേയൊക്കെ വെളിപാടിൽ നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സകല വഴികളും പ്രവൃത്തികളും പദ്ധതികളും യുഗങ്ങളായുള്ള അവൻ്റെ ആക്ടിവിറ്റീസും മനസ്സിലാക്കാൻ നമുക്ക് ഉള്ള കഴിവുകേട് സമ്മതിച്ചു കൊടുത്ത് ദൈവവചനം പറയുന്നത് വിശ്വസിക്കുന്നതല്ലേ കുറച്ചുകൂടി ബുദ്ധി. ദൈവവചനം പറയുന്നത് ഗാഡ് ഈസ് ഗുഡ്, ദർ ഈസ് നോ ഈവിൾ ഇൻ ഹിം. ദൈവത്തിൽ തിന്മയില്ല, ദൈവത്തിൽ തിന്മയില്ല, ദോഷമായിട്ടൊന്നും താതൻ എന്നോട് ചെയ്യുകയില്ല. സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, യുവതി, യുവാക്കന്മാരെ, സ്വർഗത്തിലെ പിതാവ് ദോഷമായിട്ടുള്ളതൊന്നും നമ്മോട് ചെയ്യുകയില്ല. നമ്മൾ അങ്ങോട്ട് ദോഷം ചെയ്താൽ അവൻ ഇങ്ങോട്ട് ദോഷമൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടല്ലേ റോമൻ പടയാളികൾ കാരിരമ്പാണികൾ അടിച്ച് കയറ്റുന്ന സമയത്ത് പോലും യേശു കർത്താവ് പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ. നമ്മൾ ദോഷം ചെയ്താലും ഇങ്ങോട്ട് ദോഷം പ്രവർത്തിക്കാതെ നമ്മുടെ ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രവർത്തിക്കുന്ന നല്ലവനായൊരു ദൈവത്തെ നല്ലവനായി കണ്ട് ആരാധിക്കാനും സ്തുതിക്കാനും അവനെ ശുശ്രൂഷിക്കാനുമുള്ള ഒരു തീരുമാനമല്ലേ നമ്മൾ എടുക്കേണ്ടത്? അങ്ങനെ ഒരു തീരുമാനം എടുക്കാമോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ രുചിച്ചറിയാൻ രണ്ട് വഴികൾ. ഒന്ന്, ദൈവവുമായി നിരന്തരം സമ്പർക്കം പുലർത്തി ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ദൈവം നൽകുന്ന വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെ നമുക്ക് ദൈവത്തെ രുചിച്ചറിയാം. രണ്ടാമതൊന്ന് ഉള്ളത്, ദൈവവചനമാകുന്ന നിർമ്മലമായ ശുദ്ധമായ ആത്മീയ പാൽ കുടിച്ച് വളരണം. ദൈവവചനത്തിലൂടെ ദൈവത്തെ രുചിച്ചറിയാമെന്നർത്ഥം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചിലരൊക്കെ പോയി പഴയ നിയമം അങ്ങോട്ട് വായിച്ച് ഇങ്ങ് വരുമ്പോൾ, എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയാണോ ദൈവം, ഇതാണോ ദൈവത്തിൻ്റെ സ്വഭാവം? മനുഷ്യരെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്നു, യുദ്ധം ചെയ്യിക്കുന്നു, കൊല്ലിക്കുന്നു, ബലി കഴിപ്പിക്കുന്നു, ഇതാണോ ദൈവം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എവിടെയാണ് തെറ്റുപറ്റിയത്? എന്നാൽ അതേസമയം തന്നെ ദൈവത്തിനൊരു മാറ്റവുമില്ലെന്നും പറയുന്നുണ്ട്. ഞാൻ കൂടെ പറയാറുള്ളൊരു കാര്യം, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം അങ്ങ് അനുദപിച്ച്
സോഫ്റ്റായി, പഞ്ഞിക്കെട്ട് പോലെയായി, വളരെ ആർദ്രതയുള്ളവൻ. പഴയ നിയമത്തിൽ ക്രൂരനായൊരു ദൈവം. യേശു കർത്താവ് ഇവിടെ വന്നപ്പോൾ ദൈവം അങ്ങ് മാനസാന്തരപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നാൽ എന്തുകൊണ്ടാണ് പഴയ നിയമം പുതിയ നിയമം വായിക്കുമ്പോൾ ഈ വ്യത്യാസം തോന്നുന്നത്? പല സ്ഥലങ്ങളിൽ ദൈവം കാഠിന്യമുള്ളവനായും ക്രൂരനായിട്ടൊക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ഫുൾ റെവലേഷൻ വന്നിട്ടില്ല. ന്യായപ്രമാണത്തിന് മുമ്പുള്ള കാലത്തോ ന്യായപ്രമാണം മോശയിലൂടെ വന്ന കഴിഞ്ഞ സമയത്തോ ഒന്നും ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വെളിപ്പാട് മനുഷ്യന് കിട്ടിയിട്ടില്ല. ന്യായപ്രമാണം പൂർണ്ണതയുള്ളതാണ്. അത് പൂർണ്ണമായി അനുസരിക്കുന്നതിൽ മനുഷ്യൻ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് പഴയ നിയമം വായിക്കുമ്പോൾ ഒരു മൂടുപടം കിടക്കുകയാണ്, കൃത്യതയില്ല. പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു വേദഭാഗം, ഒരു കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് കണ്ടോ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവം നല്ലവനല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ആരും ശ്രമിക്കരുത്. ആ സമയത്ത് ദൈവത്തിൻ്റെ പൂർണ്ണത, ന്യായപ്രമാണം ദൈവത്തിൻ്റെ പൂർണ്ണമായ റെപ്രസെൻറ്റേഷനോ വെളിപ്പാടോ അല്ല. പ്രോഗ്രസീവായ ദൈവം തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പഴയ നിയമത്തിലെ ചില സംഭവങ്ങൾ ദൈവത്തിൻ്റെ പൂർണ്ണതയുടെ വെളിപ്പാടല്ല. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടെ, എബ്രായ ലേഖനം 1-ാം അധ്യായം ആദ്യത്തെ 3 വചനങ്ങൾ വായിക്കുമ്പോൾ 3-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള വെളിപ്പാട് വരുന്നത് യേശുവിലാണ്. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. കൊലോസ്യ ലേഖനത്തിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. യേശുവിലാണ് ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. എന്തതിൻ്റെ അർത്ഥം? പഴയ നിയമത്തിലെ എന്തെങ്കിലും സംഭവങ്ങളിലോ വ്യക്തികളിലോ ഇടപെടലുകളിലോ ഒന്നും ദൈവത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നില്ല. ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം മാംസമായി തീർന്ന് നമ്മുടെ ഇടയിൽ വസിച്ച ദൈവം ഇന്നതാണെന്നുള്ളത് ചരിത്രത്തിൽ അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ആ യേശു ചെയ്തത് എന്താണ്? അവൻ നന്മ മാത്രം പ്രവർത്തിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ 10-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. How God anointed Jesus of Nazareth with the Holy Spirit and with power, who went about doing good and healing all who were oppressed by the devil, for God was with him. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശു കർത്താവ് നന്മ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് എല്ലായിടങ്ങളിൽ നടന്ന് രോഗികളെ സൗഖ്യമാക്കുന്നു, ദുരാത്മാക്കളെ പുറത്താക്കുന്നു. നല്ലവനായ ദൈവം യേശുവിലൂടെ താൻ ആരാണെന്ന് വെളിപ്പെടുത്തി. യേശു എന്ന വ്യക്തിത്വത്തിലാണ് ദൈവത്തിൻ്റെ ഗുഡ്നസ് പൂർണ്ണ രൂപത്തിൽ വെളിപ്പെടുന്നത്. വേറെ എവിടെ തപ്പിയാലും കിട്ടാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു വായിക്കണം, ശരിയായ ലെൻസ് ഉപയോഗിക്കണം. തെറ്റായ ലെൻസ് ഉപയോഗിച്ച് ബൈബിൾ വായിച്ചാൽ ദൈവത്തിൻ്റെ നന്മ വെളിപ്പെടുകയില്ല. എന്താണ് ഈ അമ്മയുടെ സാക്ഷി? ഈ അമ്മയുടെ പേര് ലീലാമ്മ, മാങ്ങാത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഈ അമ്മയ്ക്ക് കഴിഞ്ഞ 1 വർഷമായി നമ്മുടെ രാജാക്കാട് ബ്ലെസ്സിങ് സെന്ററിൽ വരുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത്, അമ്മ ബ്ലെസ്സിങ് സെന്ററിൽ വരുന്നതിന് 1 വർഷം മുമ്പ് തനിക്ക് നെഞ്ചുവേദന വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ തൻ്റെ ഹാർട്ടിന് 4 ബ്ലോക്ക് ഉണ്ട് എന്ന് കണ്ടെത്തി. ഡോക്ടർമാർ പറഞ്ഞു പെട്ടെന്ന് തന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും സർജറി അങ്ങനെയുള്ള പ്രോസസ്സുകൾ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് കയ്യിൽ കാശില്ല. ഹസ്ബൻഡ് മദ്യപാനിയാണ്, 10 രൂപ വീട്ടിൽ കൊടുക്കില്ല. മോൾക്കൊരു മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. അമ്മ തന്നെയാണ്
വയ്യാതെ ഈ ഏലക്ക പെറുക്കാൻ പോയി കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഴ്ച 1-2 ദിവസമൊക്കെ പണി ഉണ്ടാവുള്ളൂ. അപ്പം പൈസ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നടന്നില്ല. 1 വർഷത്തോളം താൻ മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് ഈ ബ്ലോക്കും വെച്ചുകൊണ്ട് താൻ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി അമ്മച്ചിയോട് എന്ന് പറയുന്നു, ഇവിടെ ഒരു ബ്ലെസ്സിങ് സെൻറ്റർ ഉണ്ട്, ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം പറ്റിയും ബ്ലെസ്സിങ് സെൻറ്ററിനെ പറ്റിയും പറയുന്നു. അമ്മ പിറ്റേ ആഴ്ചയിൽ ഞായറാഴ്ച നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്നു. ആരാധനയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അടുത്ത ആഴ്ച താൻ ഇവിടെ ആരാധനയ്ക്ക് പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ, നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ആരാധനയുടെ മധ്യേ അമ്മയ്ക്കൊരു കുളിര് കോരുന്നത് പോലത്തെ ഒരു അനുഭവം. ഞായറാഴ്ച രാജാക്കാട് ബ്ലെസ്സിങ് സെന്ററിൽ ആരാധിക്കുമ്പോൾ ലൈവ് പങ്കെടുത്തുകൊണ്ട് ശുശ്രൂഷയുടെ ഇടയിൽ തനിക്കൊരു കുളിര് കോരുന്ന പോലൊരു അനുഭവം തനിക്കുണ്ടായി. അമ്മച്ചി തിരികെ പോന്നു. അമ്മച്ചി പറഞ്ഞത് അതിന് മുന്നേ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പൊക്കാൻ പോലും പറ്റില്ല, ഒരു സാധനം എടുത്ത് അത്രയും പോലും ഹാർട്ടിന്റെ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് ഒരു വെയിറ്റ് ഉള്ള ഒരു സാധനം എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അമ്മ പറയുന്ന അന്ന് വീട്ടിൽ തിരിച്ചതിന് ശേഷം തനിക്ക് ആ പ്രയാസങ്ങൾ മാറി, ശ്വാസം മുട്ട് മാറി, വലിയൊരു സൗഖ്യവും റിലീഫും അമ്മയ്ക്ക് കിട്ടി. അതിനുശേഷം ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം പിന്നീട് താൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞെന്നാണ് അമ്മ പറയുന്നത്, ആ ബ്ലോക്കുകളൊന്നും അവിടെ ഇല്ല. കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി. ഇന്ന് 1 വർഷത്തോളമായി അമ്മ ഇവിടെ സ്ഥിരമായി നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ ആരാധനയ്ക്ക് വരുന്നു. ഒരു കുഴപ്പവുമില്ല. ഇന്ന് ജോലിക്ക് പോകാം. ദൈവം സമ്പൂർണ്ണമായി അമ്മയെ സൗഖ്യമാക്കിയിരിക്കുകയാണ്. അമ്മ സത്യമാണോ ഈ പറയുന്നത്? ബ്ലോക്ക് അവിടെ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ചെക്ക് ചെയ്തിട്ടാണോ പറഞ്ഞത്? ജോലി ചെയ്യാൻ വരികയായിരുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാൻ. അപ്പൊ ഈ ഓപ്പറേഷൻ നടന്നില്ലേ? സർജറി നടന്നില്ല? ഞാൻ സാക്ഷ്യങ്ങളിൽ നിരീക്ഷിച്ച് കണ്ടെത്തിയ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ ചികിത്സയ്ക്ക് കാശില്ലാത്തവരുടെ ജീവിതത്തിലാണ്. കർത്താവ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. ലക്ഷങ്ങൾ ബാങ്കിലുണ്ട്, ആളുകളുണ്ട്, സഹായിക്കാൻ ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ സർജറിയൊക്കെ നടന്നിരിക്കും. പക്ഷേ കയ്യിൽ കാശില്ലാതെ ദൈവത്തോടൊരൊറ്റ നിലവിളി, കർത്താവ് നീ എന്നെ സൗഖ്യമാക്കിയില്ലെങ്കിൽ എൻ്റെ കാര്യം പോക്കാം എന്ന് പറയുന്നവർക്ക് വേണ്ടി കർത്താവ് വേഗത്തിൽ പ്രവർത്തിക്കും. ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്നവരിൽ ഡോക്ടേഴ്സ് ഒരുപക്ഷെ ചികിത്സാ മുറകൾ പറഞ്ഞു കാണാനുള്ള കാശ് കയ്യിലില്ല. അതിനേക്കാൾ വലിയൊരു ഡോക്ടർ ഇവിടെ സന്നിഹിതനാണ്. ആ കർത്താവിന് പൂർണ്ണ സൗഖ്യം നൽകി ഈ അമ്മയെ സൗഖ്യമാക്കിയതുപോലെ സർജറി കൂടാതെ സൗഖ്യമാക്കാൻ കർത്താവിന് മനസ്സുണ്ട്. കർത്താവ് ചോദിക്കുന്നത്, എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ വെളിപ്പാട് നമുക്കേവർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവം നല്ലവനാണെന്നുള്ള വെളിപ്പാട് സകലർക്കും വന്നു ചേരേണ്ടതിനായി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, യേശുവിലൂടെ രോഗികളെ സൗഖ്യമാക്കി ദുരാത്മാക്കളെ പുറത്തെടുത്തതുപോലെ ഇപ്പോൾ അങ്ങ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. രോഗങ്ങളുടെ പുറകിലിരിക്കുന്ന ദുരാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പല രോഗങ്ങളെയും പുറകിൽ ദുരാത്മാക്കളുണ്ട്. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേലുള്ള സകലവും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വേദനകളുടെ പുറകിലിരിക്കുന്ന ദുരാത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. കഠിനമായ രോഗങ്ങൾ, വേദനകൾ മാറിപ്പോകട്ടെ. കൈകൾ നീട്ടി സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ. Miracles are happening right now. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് മരുന്ന് കുപ്പിയുമായിട്ട് വല്ലാത്തൊരു ഷേപ്പിലൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്. യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ തൊടുന്നു, യേശു നിങ്ങളെ, നല്ലവനായ യേശു നിങ്ങളിപ്പോൾ തൊടുകയാണ്. രോഗസൗഖ്യത്തെ സ്വീകരിച്ച് സ്തോത്രം ചെയ്യുക. കർത്താവിന് നന്ദി കരയറ്റുക. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആമേൻ. ഇന്ന് വൈകിട്ട് നമുക്ക് ഹീലിംഗ് ക്രൂസേഡ് ഉണ്ട്, മറന്നു പോകരുത്. പ്രയർ ലൈൻ നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലോ. ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നീട് വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ചില ശുശ്രൂഷകർ പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.